ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്? പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും എങ്ങനെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ജലത്തിലെ അത്ഭുത ലോകത്തെക്കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ജലത്തിലുള്ള, അതായത് വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസത്തെ എങ്ങനെ നിരീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസത്തെ നിരീക്ഷിക്കാൻ, ഒബ്സർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, ഹേ ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം. ഹേ എന്ന് പറഞ്ഞാൽ പുല്ല് ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം. അതുപോലെ തന്നെ കുളത്തിൽ നിന്നോ നെൽപ്പാടത്ത് നിന്നോ ശേഖരിച്ച വെള്ളം. പിന്നെ വേണ്ടത് ഒരു സ്പൂണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രൊസീജിയർ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഇനി ഇതെന്തിനാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ഒരു തുള്ളി വെള്ളത്തിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികളെ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. കുളത്തിൽ നിന്നോ നെൽപ്പാടത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം പുല്ല് ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ഒഴിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. pour some water collected from pond or paddy field into the water boiled with hay. അടുത്ത സ്റ്റെപ്പ്, keep it for 4 or 5 days. keep it for 4 or 5 days. അതെന്ത് ചെയ്യുക? 4-5 ദിവസം ആ വെള്ളം അങ്ങനെ വെക്കണം. 4-5 ദിവസം വെക്കുക. അടുത്തത് അത് 4-5 ആ വെള്ളം 4-5 ദിവസം വെക്കുക. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ദി വാട്ടർ സാമ്പിൾ ഓൺ ദി സ്ലൈഡ്. ശേഷം എന്ത് ചെയ്യുക? ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് സ്ലൈഡിൽ ഉറ്റിക്കുക. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ഇറ്റ്. അതിനുശേഷം അതിൻ്റെ മേലെ, ആ സ്ലൈഡിലുള്ള വെള്ളത്തിൻ്റെ മേലെ ഒരു കവർ ഗ്ലാസ് വെക്കുക. ആൻഡ് ഒബ്സർവ് അണ്ടർ ദി മൈക്രോസ്കോപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിലൂടെ അത് ഒബ്സർവ് ചെയ്യുക. ഡു യു ഒബ്സർവ് എനി മൈക്രോ ഓർഗാനിസം ആസ് ഷോൺ ഇൻ ദി പിക്ചർ? യെസ്. നമ്മൾ എന്ത് ചെയ്യും? ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് കാണാൻ കഴിയും. മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് കാണാം? പാരമീസിയത്തെ കാണാം, യൂഗ്ലീനെ കാണാം, അതുപോലെ തന്നെ അമീബേനൊക്കെ നമുക്ക് കാണാം. ആൾസോ ദേ ആർ മൈക്രോ ഓർഗാനിസം, ദെയർ ബോഡീസ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇത് മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ പോലും ഇതിൻ്റെ ബോഡിയും, ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബോഡിയും നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെൽസ് യൂസ് ചെയ്തിട്ടാണ്. ഹൗ മെനി സെൽസ് ഡു ദേ ഹാവ്? അതിന് എത്ര സെൽസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര സെൽസാണ് ഉള്ളത് ഈ മൈക്രോ ഓർഗാനിസത്തിന്? ഈ പാരമീസിയത്തിനും അമീബക്കും യൂഗ്ലീനൊക്കെ എത്ര സെൽസാണുള്ളത്? ഒറ്റ സെല്ലേ ഉള്ളൂ. സിംഗിൾ സെല്ലായതുകൊണ്ട് തന്നെ ഇവയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? യൂണി സെല്ലുലാർ ഓർഗാനിസം. എന്തിനാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തത്? നമ്മൾ ഒരു തുള്ളി വെള്ളത്തിൽ നിരവധി മൈക്രോ ഓർഗാനിസം ഉണ്ട്. ഇവയെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റില്ല? നമ്മുടെ നേക്ഡ് ഐ, വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എങ്ങനെ കാണാം? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തെ കാണാം. ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത്, സെല്ല് എന്നത് ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ സെല്ല് ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? അത് നിങ്ങൾക്കറിയോ? ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് വൈ ബാക്ക് ഇൻ 1665. റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് സെല്ല് കണ്ടുപിടിച്ചത്. 1665 സെല്ല് കണ്ടുപിടിക്കുന്നത്. ഹി ഒബ്സർവ്ഡ് എ സ്മോൾ പോർഷൻ ഓഫ് കോർക്ക് ടേക്കൺ ഫ്രം എൻ ഓക്ക് ട്രീ ത്രൂ എ മൈക്രോസ്കോപ്പ് ഡിസൈൻ ബൈ ഹിം. അദ്ദേഹം എന്ത് ചെയ്തു? റോബർട്ട് ഹുക്ക് അന്ന് ഒരു മൈക്രോസ്കോപ്പ് ഡിസൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കോർക്ക് പീസ്, അതായത് ഓക്ക് ട്രീയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തു. ഹി ഫൗണ്ട് ന്യൂമറസ് ഏരിയാസ് ലൈക്ക് ടൈനി ചാമ്പേഴ്സ്. അദ്ദേഹത്തിന് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ അറകളായിട്ട് കുറേ അറകൾ കാണാൻ പറ്റി. ഹി കോൾഡ് ഇറ്റ് സെല്ല. അദ്ദേഹം അതിനെ സെല്ല എന്നാണ് വിളിച്ചത്. ദി ലാറ്റിൻ വേർഡ് സെല്ല മീൻസ് എ സ്മോൾ റൂം. ലാറ്റിനിൽ സെല്ല എന്ന് പറഞ്ഞാൽ ചെറിയ റൂം എന്നാണ് അർത്ഥം. ചെറിയ മുറികൾക്കാണ് ലാറ്റിൻ ടേമിൽ സെല്ല എന്ന് പറയുന്നത്. നൗ വി കോൾ ഇറ്റ് സെൽ. ഇപ്പോൾ നമ്മൾ അതിനെ സെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സെല്ല് ഡിസ്കവർ ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്കാണ് സെല്ല് ഡിസ്കവർ ചെയ്തത്. ഏത് ഇയറിലാണ് ഡിസ്കവർ ചെയ്തത്? 1665 അദ്ദേഹം സെല്ല് ഡിസ്കവർ ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്.